അതാത് പ്രദേശങ്ങളിൽ ആര് ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി, ആര് മത്സരിച്ചാൽ നമുക്ക് വിജയം ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് അവിടുത്തെ അണികൾക്കും പാർട്ടിയുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും എല്ലാം ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ മറ്റെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അവസരം കൊടുക്കുന്ന തരത്തിലേക്ക് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു പടിയായിട്ടാണ് ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്താ പറയുക, കഴിഞ്ഞ കുറേ കാലമായിട്ട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഈ പറയുന്ന CPM BJP അന്തർധാര വളരെ ശക്തമാണെന്നുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ ശക്തമായ വിമർശനമാണ്, പ്രധാന വിമർശനമാണത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പല തെളിവുകളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അദ്ദേഹം പോയി RSS നേതാക്കളെ രഹസ്യമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന സംഭവങ്ങൾ, പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ കാര്യത്തിൽ, ഏറ്റവും ഒടുവിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് അത് പോയി ഒപ്പിടുകയാണ്. ഇന്നോളം എതിർത്തിരുന്ന ഒരു പാർട്ടി, അതിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം പൂർണ്ണ സമ്മതത്വം കൊടുത്തുകൊണ്ട് വകുപ്പിന്റെ സെക്രട്ടറി പോയി ഒപ്പിടുന്നു. എന്നിട്ട് അദ്ദേഹം ഈ പറയുന്ന NEP ഉയർത്തുക. NEP അല്ല, അത് നമ്മൾ സാധാരണ മനുഷ്യർ പറയുകയാണെങ്കിൽ അതിനെ എന്താണ് പറയുക, ഈ സംഘപരിവാറിന്റെ ഒരു ആശയ സംഹിതയാണ് അല്ലെ ഈ NEP ഉൾപ്പെടുന്നത്. അത് ഉയർത്തിക്കൊണ്ടാണ് ഈ V ശിവൻകുട്ടി ചോദിക്കുന്നത് ഇതിലെന്താണ് കുഴപ്പമെന്ന്. അപ്പോൾ അത്തരത്തിൽ എന്താ പറയുക, സംഘപരിവാറിന്റെ ആശയങ്ങളെയും ഒക്കെ തന്നെ തങ്ങൾ കാശ് കിട്ടിയാൽ സ്വീകരിക്കാൻ സന്നദ്ധമാണെന്ന് തുറന്നു പറയുന്ന ഒരു CPM-ഉം സർക്കാരും ഭരിക്കുകയാണ്. ഇതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവര് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാര അത് എത്രത്തോളം ഉണ്ടാകുമെന്നാണ് യൂത്ത് കോൺഗ്രസും ഒക്കെ പ്രതീക്ഷിക്കുന്നത്? അതിനെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്? CPM BJP അന്തർധാര നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉള്ളതാണ്. കാരണം ഇവരുടെ രണ്ടുപേരും ലക്ഷ്യം, CPM-ന്റെ ആയാലും BJP-യുടെ ആയാലും ലക്ഷ്യം ഒരു കോൺഗ്രസ് മുക്ത ഭാരതം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നാണ് CPM-ഉം ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള കച്ചവടമൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, ഇപ്പോൾ PM ശ്രീ പദ്ധതി വരുന്നതിന് മുമ്പ് തൃശ്ശൂര് ലോക്സഭാ സീറ്റ് സുരേഷ് ഗോപി ജയിക്കാനുണ്ടായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരു എൻട്രി ഉണ്ടാക്കി കൊടുത്ത് സുരേഷ് ഗോപിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പണിയെടുത്തത് CPM ആണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, പിണറായി വിജയന്റെ ലാവ്ലിൻ കേസിന്റെ ഇപ്പോൾ അവസ്ഥ എന്താ, എത്ര നാളായി മാറ്റിവെക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മന്ത്രിമാർക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ വന്ന സമയത്ത് അവരെ ജയിലിൽ പോലും ഇടുന്ന സാഹചര്യം, അവർക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് പോകുന്നു. എന്നാൽ പിണറായി വിജയനെ ഇതുവരെ ഒന്ന് തൊടാൻ പോലും തയ്യാറായിട്ടില്ല. ഇപ്പൊ പിണറായി വിജയന്റെ മകനെതിരെ കഴിഞ്ഞ ജൂൺ 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു നോട്ടീസ് നൽകി. അതിപ്പോഴാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നത്. പക്ഷെ ഒരു നടപടിയും ഈ നിമിഷം വരെ ഒരു നടപടിയും അതിന്റെ പിന്നീട് ഉണ്ടായിട്ടില്ല. മകൾക്കെതിരെ മാസപ്പടി ആരോപണത്തിന്റെ വിഷയമുണ്ടായി, അപ്പോഴും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ വലിയൊരു അന്തർധാരയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ അത് കേരളത്തിലെ ജനത പൂർണ്ണ തോതിൽ അത് വിശ്വസിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയ വഴി 1500 കോടിക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളെ ഒറ്റുകൊടുക്കുന്ന സംഘപരിവാറിനും RSSനും വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ ഗവൺമെന്റും V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മാറിയത് അത് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവസാനം അവരുടെ ഘടകകക്ഷിയായ CPI തന്നെ ശക്തമായിട്ട് തെരുവിൽ ഉൾപ്പെടെ സമരം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ തയ്യാറാകും, അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഈ കൂട്ടുകെട്ട്, രണ്ടുപേരും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് വളരെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇത് നമ്മൾ തുറന്നു കാണിച്ചുകൊണ്ട് ഈ PM ശ്രീ പദ്ധതി വിഷയമായാലും അതിനു മുമ്പ് തൃശ്ശൂരത്തെ പൂരം കളിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരു എൻട്രി കൊടുത്തതും അദ്ദേഹത്തെ MP ആക്കിയതും ഇതെല്ലാം ഞങ്ങൾ കൃത്യമായി തുറന്നു കാണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അവര് എല്ലാ കാലത്തും ഒരു ജനാധിപത്യ മതേതരത്വം, അതിൽ നമ്മുടെ കേരള ജനത ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത ഒരു ജനതയാണ്. ഏതൊക്കെ തരത്തിൽ ഒരു വർഗീയമായ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനൊറ്റക്കെട്ടായി നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ നമ്മൾ വീണ്ടും ആ ജനങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഈ CPM-ന്റെയും BJP-യുടെയും കൂട്ടുകെട്ടെല്ലാം ഇവിടുത്തെ ജനത തിരിച്ചറിയും, അവരൊറ്റപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ തന്നെ ഈ സർക്കാർ വലിയ വിവാദങ്ങളുടെ ചുഴിയിൽപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. നമുക്കറിയാം, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദമാണെങ്കിലും അത് കഴിഞ്ഞാണ് ഈ PM ശ്രീ വരുന്നത്. അത്തരത്തിൽ നിരവധി വിവാദങ്ങളിൽ ഇങ്ങനെ പെട്ടുള്ളുന്ന ഒരു സർക്കാരാണ്. അതിനിടയ്ക്കാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഈ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന് പറയുന്ന ഒരു വളരെ വിചിത്രമായ ഒരു പ്രഖ്യാപനം പിണറായി വിജയൻ സർക്കാർ നടത്തുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും ഇപ്പോഴും ഈ പറയുന്ന അതിദാരിദ്ര്യരായിട്ടുള്ള നിരവധി ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതുമായിട്ട് അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പ്രചരണ ഒരു ക്യാമ്പയിൻ വിഷയമാക്കി ഉയർത്താൻ ഉള്ളൊരു തീരുമാനത്തിലാണ് CPM-ഉം LDF-ഉം എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന അഴിമതി ആരോപണങ്ങളും മറ്റു വിഷയങ്ങളും എല്ലാം ഇങ്ങനെ നിൽക്കെ പൊടുന്നനെ ഒരു
സാധ്യമല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ സത്യത്തോട് നീതി പുലർത്താത്ത ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകളും ഇതൊക്കെ തന്നെ അവസാന നിമിഷം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആ ഒരു സർക്കാരിന്റെ ഒരു തന്ത്രമുണ്ടല്ലോ, അതായത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാരാണെന്ന് അവർ സ്വയം തിരിച്ചറിയുന്നു. അതിനെ മറികടക്കാനായിട്ട് ഈ പറയുന്ന പോലെ സാധാരണക്കാർക്ക് ഈ ക്ഷേമ പെൻഷൻ അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ പോലും അത് ഈ അവസാന നിമിഷം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് അത് കൊടുക്കുന്നു. ഒപ്പം അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്ന ഒരു വെറും പൊള്ളയായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ് കോൺഗ്രസും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസും ഈ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക? ഈ അതിദരിദ്ര മുക്ത കേരളം എന്നുള്ളത് ആദ്യം പിണറായി വിജയൻ ആ ഗവൺമെന്റിലുള്ള മന്ത്രിമാരെങ്കിലും ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തും പരിശോധിച്ചാൽ, നമ്മൾ ഓരോ പഞ്ചായത്ത് എടുത്താലും മുനിസിപ്പാലിറ്റി ആയാലും നമ്മൾ ഓരോ വാർഡുകളിൽ ചെന്ന് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഓരോ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ ആ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. ഇന്നും ഒരു നേരത്തിന് ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ വളരെയധികം പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുക. അപ്പോഴാണ് ഈ ഇലക്ഷൻ വന്ന സമയത്ത് ഒരു ഇലക്ഷൻ PR വർക്കിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെന്റ് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഉണ്ടാവാൻ തന്നെ കാരണം ആ കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് ഒരു സമരം നടത്താൻ അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തെ അത് മുതലാക്കിക്കൊണ്ട് അതിന്റെ പേരിൽ നടത്തിയ ഒരു PR വർക്ക്. ഇപ്പൊ അതിന്റെ തുടർച്ചയെന്നോണം വീണ്ടും ഒരു PR വർക്ക്, അതിദാരിദ്ര്യ കേരളം എന്നുള്ള PR വർക്ക്. അപ്പൊ നേരത്തെ അതുപോലെ തന്നെ സ്വർണം, വലിയ ആരോപണങ്ങളില് അയ്യപ്പന്റെ സ്വർണം പോലും കട്ടെടുക്കുന്ന തരത്തിലേക്ക്, സ്വർണം പോലും അവിടെ നിന്നും അടിച്ചു മാറ്റുന്ന തരത്തിലേക്ക് ഈ പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോയി. അതിദരിദ്ര മുക്ത കേരളം എന്നുള്ളൊരു പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം പിണറായി സർക്കാർ പ്രഖ്യാപിച്ചത്. അത് ആദ്യം പിണറായി ആ മന്ത്രിസഭയിലെ ആളുകളെ പോലും അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. കാരണം അവരും ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്, മന്ത്രിമാരുൾപ്പെടെ അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ ഓരോ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒക്കെ നമ്മൾ ഓരോ വാർഡിലും ചെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെ കൂടി നമ്മൾ ഓരോ പ്രദേശത്തും കറങ്ങി നടന്നാൽ നമുക്കറിയാം ഇന്നത്തെ നാട്ടിലെ ആളുകളുടെ അവസ്ഥ. എത്ര ആളുകളാണ് ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണ് ഈ ഒരു PR എക്സസൈസ് ഈ ഇലക്ഷൻ എടുക്കാറായി കഴിഞ്ഞപ്പോൾ, സാധാരണ കഴിഞ്ഞ കോവിഡിന്റെ കാലത്തും നമുക്കറിയാം, ഇതിനു മുമ്പ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരാൻ കാരണം തന്നെ ആ കോവിഡിന്റെ കാലത്ത് അന്ന് ജനങ്ങൾക്ക് ഉൾപ്പെടെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം, അതിനെ മുതലാക്കിക്കൊണ്ട് അവർ നടത്തിയ ഒരു PR വർക്ക് ഉണ്ട്. അത് തന്നെ വീണ്ടും ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് അതിനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ അത് കേരളത്തിലെ ജനത തിരിച്ചറിയും. കാരണം അതിദരിദ്ര മുക്ത കേരളം എന്നുള്ള പദ്ധതി തന്നെ ഓരോ ജനങ്ങളും ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളെ എല്ലാത്തിനും വിലക്കയറ്റം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാത്തിനും വില കൂട്ടി. ഇപ്പൊ കറണ്ട് ചാർജ് ആയാലും വെള്ളക്കാരായാലും ഒരു വീട് പണിയാൻ പാവപ്പെട്ടവൻ പോകണമെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റിന് പോലും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ജനങ്ങൾ അങ്ങനെ അത്രയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള PR എക്സസൈസുമായിട്ട് അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പെൻഷൻ കാശ് കൂട്ടിക്കൊടുക്കുന്നു എന്നെല്ലാം. അതൊക്കെ ഇനി നടപ്പിലാക്കണമെന്നുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം. എത്ര കോടി രൂപ കടം മേടിച്ചിട്ട് വേണം ആ പദ്ധതിയൊക്കെ നടപ്പിലാക്കാനായിട്ട്. അപ്പൊ അത് അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാരിനെ പരാജയപ്പെടുത്തുന്നതിനുള്ള എല്ലാ ശ്രമവും പാർട്ടി പ്രവർത്തകരോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളും ഏറ്റെടുക്കും. CPM-കാർ തന്നെ വെറുത്തൊരു സർക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം CPM-ന്റെ പ്രവർത്തകരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പിണറായി ഗവൺമെന്റ് ഒരു ശ്രമം നടത്തണം. ഈ അതിദരിദ്ര മുക്ത കേരളം, കാരണം അവരുടെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകർ വളരെയധികം പ്രയാസത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ആളുകൾ, വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ CPM-ൽ തന്നെ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ അത് ബോധ്യപ്പെടുത്താനും അദ്ദേഹം തയ്യാറാണെന്നാണ് ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്.